blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. തിങ്കൾ മുതൽ വെള്ളി വരെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ ദിവസവും ഈ പ്രോഗ്രാം കാണുക. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചിലരോടെങ്കിലും ഈ ആഴ്ചയിൽ ഈ പ്രോഗ്രാമിനെക്കുറിച്ച് പറയുക. നമുക്ക് ഈ സമയത്ത് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, UK നിന്നുള്ള മാത്യു സാമിനും ഷൈനിക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവർക്ക് രണ്ടുപേർക്കും ദൈവം കൊടുത്ത 2 മക്കൾ അലക്സിനും റോഷനും വളരെ നല്ല ദൈവികമായ ആരോഗ്യവും ക്ഷേമവും അങ്ങ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അപ്പോൾ തന്നെ ആലപ്പുഴയിൽ നിന്നുള്ള മായാദേവി എസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇളയ മകൾ മേധ കൃഷ്ണൻ്റെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. കർത്താവെ, ആ മോളെ ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ജന്മദിന നന്മകളാൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൾ മേഘയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി നൽകി ആ മകളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴഞ്ചേരി നവംബർ 25 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം, കോഴഞ്ചേരി. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ യൂത്ത് കോൺഫറൻസ് 2016. ഡിസംബർ 10 ശനിയാഴ്ച, ലയൺസ് ക്ലബ് ഹാൾ, രാമൻചിറ, തിരുവല്ല. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. ഫോർ രജിസ്ട്രേഷൻ ആൻഡ് മോർ ഡീറ്റെയിൽസ് 8111996001. We are going to focus on breaking mental barriers. ഇന്ന് നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ പോകുന്നത് മാനസിക തടസ്സങ്ങളെ പൊട്ടിക്കുക. A principle goes like this: change your thinking and change your life. ഇപ്രകാരം ഒരു തത്വം പറയപ്പെടുന്നു: നിങ്ങളുടെ ചിന്തകളെ മാറ്റൂ, ജീവിതത്തിന് മാറ്റം വരുത്തൂ. Hallelujah. Hallelujah. If you take away the limits and limitations and barriers in your thinking, you will change your whole life. നിങ്ങളുടെ ചിന്തകളിലെ തടസ്സങ്ങളെയും വരമ്പുകളെയും നിങ്ങൾ മാറ്റുകയാണെങ്കിൽ അത് നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെ മാറ്റും. Say hallelujah. Hallelujah. How many of you know that we have a very big God? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം നമുക്ക് ഒരു വലിയ ദൈവമാണുള്ളത്? Hallelujah. Hallelujah. He is bigger than we think. നമ്മൾ ചിന്തിക്കുന്നതിനും വലിപ്പമേറിയവനാണ് He is greater than we imagine. നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠനാണ് അവൻ. He is so big. അവൻ വളരെ മേന്മയേറിയവനാണ്. So excellent. അവൻ ഏറ്റവും ഉത്കൃഷ്ടനാണ്. The Bible says he is almighty. വചനം പറയുന്നു അവൻ സർവശക്തനാണ്. There is nothing he cannot do. അവന് അസാധ്യമായ ഒന്നുമില്ല. Then why, brother, we are limited? അങ്ങനെയെങ്കിൽ ബ്രദറെ, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? The answer is simple: your thinking has some limitations. അതിന്റെ ഉത്തരം ലളിതമാണ്. കാരണം നിങ്ങളുടെ ചിന്തകൾക്ക് ചില പരിധികളുണ്ട്. There are some barriers in your mind. നിങ്ങളുടെ മനസ്സിൽ ചില പരിധികൾ വന്നിരിക്കുന്നു. Hallelujah. Hallelujah. Suppose there is a huge dam, a huge water reservoir. ഒരു വലിയൊരു അണക്കെട്ടുണ്ടെന്ന് ചിന്തിക്കുക. But on the mouth of the penstock, that pipe, the mouth, suppose there is a mesh or barrier or something, and it is blocking the flow of the water. എന്നാൽ ആ പൈപ്പിൻ്റെ പെൻസ്ട്രോക്കിൻ്റെ വായ്മുഖത്ത് അവിടെ ഒരു വലയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപകരണം വെച്ചിട്ട് അതിൻ്റെ ആ ശക്തി, അതിൻ്റെ വെള്ളത്തിൻ്റെ ശക്തി കുറക്കുന്ന തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടാകും.
So what happens, even though there is a huge quantities of water reserved, what happens is because of this filtering system, only small quantities coming out. കാരണം വലിയ അണക്കെട്ടിനകത്ത് വലിയ ജലമുണ്ടെങ്കിലും ഈ ഒരു ഫിൽറ്ററിംഗ് ഉള്ളത് കൊണ്ട് അല്പം വെള്ളം മാത്രമാണ് പുറത്തേക്ക് വരിക. In the same way, അതുപോലെ തന്നെ God has unlimited capacities, ദൈവത്തിന് അസാധാരണമായ കഴിവുകളാണുള്ളത്. and we are the deserving candidates to receive all the blessings. ഈ എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കാൻ തികച്ചും അർഹരായവരാണ് നമ്മൾ Why? ഓരോരുത്തരും. Because we are his children, own children. കാരണം നമ്മൾ ഓരോരുത്തരും അവന്റെ സ്വന്തം മക്കളാണ്. But still, something is blocking. We are not receiving that much quantities of blessings. എന്നാൽ ആ ദൈവിക അനുഗ്രഹങ്ങളെ യഥാർത്ഥമായ രീതിയിൽ പ്രാപിക്കാതിരിക്കാൻ തക്കവണ്ണം എന്തോ തടസ്സപ്പെടുത്തുന്നുണ്ട് നമ്മളെ. What is that? എന്താണത്? They are the mental filters here. അതാണ് നമ്മുടെ മനസ്സിലുള്ള ചില തടസ്സങ്ങൾ. Proverbs 23 and verse number 7 says, സദൃശവാക്യങ്ങൾ 23:7 പറയുന്നു, as a man thinketh in his heart, so is he. ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് പോലെയാകുന്നു അവൻ. You understand what I'm saying? നിങ്ങൾ The Bible is so clear when it says, as a man thinketh in his heart, so is he. ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് പോലെയാണ് അവൻ. What is reflected outside of a man's life, what is manifesting through a man's life is what he thinks inside. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ പുറമേ കാണുന്ന കാര്യങ്ങൾ കാണിക്കുന്നത് അവൻ എന്താണ് അകത്ത് ചിന്തിക്കുന്നതെന്നാണ്. No one can go around thinking thoughts of defeat and failure and expect God to fill him with joy, power and victory. ഒരാൾ പരാജയവും അവൻ തോൽവിയും എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട് സന്തോഷവും ശക്തിയും ജയവും പ്രാപിക്കാം എന്ന് ചിന്തിക്കരുത്. You can go around thinking thoughts of poverty and lack and expect God to fill you with abundance. എപ്പോഴും ദൗർലഭ്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും മനോഭാവമായിട്ട് ചിന്തകളുമായി നടന്ന ശേഷം ദൈവസന്നിധിയിൽ വന്ന് സമൃദ്ധി പ്രാപിക്കാം എന്ന് കരുതരുത്. Surprisingly, many believers they have limited mindsets. പലപ്പോഴും നമ്മുടെ പല വിശ്വാസികൾക്കും വളരെ പരിധികളുള്ള വരമ്പുകളുള്ളൊരു മനോഭാവമാണ്. They are not able to believe God for more. ദൈവത്തിനെ കൂടുതൽ ആ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വിശ്വസിക്കാൻ അവർക്ക് Many കഴിയുന്നില്ല. believers think small. പല വിശ്വാസികളും അല്പമായി ചിന്തിക്കുന്നു. They believe small. അവർ ചെറുതായി വിശ്വസിക്കുന്നു. They expect small. അവർ ചെറുതായി പ്രതീക്ഷിക്കുന്നു. And they enjoy small. അവർ വളരെ ചെറുതായി അല്പമായി മാത്രം ആസ്വദിക്കുന്നു. But still they wonder what is happening with me. I'm praying. Even I have given my huge list of prayer for the prayer day, but still I am not getting anything. അയ്യോ, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ പ്രാർത്ഥനാ ദിനത്തിൽ എൻ്റെ നിരവധി പ്രാർത്ഥനാ വിഷയങ്ങളുടെ ലിസ്റ്റ് ഞാൻ കൊടുക്കുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ലല്ലോ. Why? എന്തുകൊണ്ട്? The answer is so simple. There are some mental barriers. അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. ചില മാനസിക തടസ്സങ്ങളാണ് അതിന്റെ പുറകിൽ. Touch somebody and say, change your thinking and change your life. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ ചിന്തകളെ മാറ്റുക, നിങ്ങളുടെ ജീവിതത്തെ മാറ്റുക. Isaiah 54 and verse number 2. യെശയ്യാപ്രവചനം 54:2. It says, enlarge the place of your tent. Stretch your tent curtains wide. Do not hold back. Lengthen your cords. Strengthen your stakes. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവർ നിവർക്കട്ടെ. തടുത്തു കളയരുത്, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. This is talking about a tent. ഇത് ഇവിടെ ഒരു കൂടാരത്തെ കുറിച്ച് പറയുന്നു. So in those days, people, especially gypsies who were roaming around, they used to put up tents where they were placed. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നാടോടികൾ അവർ ചുറ്റും അലഞ്ഞിരിഞ്ഞ് നടക്കുമ്പോൾ അവർ കൂടാരങ്ങൾ അടിക്കാറുണ്ട്. And canvas of the tent will be stretched like this, and they will be extending some ropes which will be tied to some stakes. ആ കൂടാരത്തിന്റെ ക്യാൻവാസ് അവർ ഇപ്രകാരം നിവർത്തിയ ശേഷം അതിന്റെ കയറുകളെ അവർ കുറ്റിയിൽ അടിക്കും. Now, this verse caught my attention back in the 90s, 98, 99, 2000, that period. Yeah. 98, 99, 2000 ആ ഒരു വർഷത്തിൽ ഈ ഒരു വാക്യം എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. So we had started the prayer chamber, the first prayer chamber in the city. ഞങ്ങൾ ആ പട്ടണത്തിൽ ആദ്യത്തെ പ്രയർ ചേംബർ സ്ഥാപിച്ച വർഷമാണ്. Prayers were going on. പ്രാർത്ഥനകൾ തുടങ്ങുകയാണ്. Every day 24/7. എല്ലാ ദിവസവും 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും. We were having 40-day fast, 21-day 21-day fast, 14-day fast, 21 ദിവസം 7-day fast, 7 ദിവസം 3-day fast, 1-day fast,
whole night prayers, so many prayers. 3 ദിവസം ഒരു ദിവസം അങ്ങനെ നിരവധി ഉപവാസ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. We didn't have many other business. We were praying, fasting. വേറെ പ്രത്യേകിച്ച് കാര്യപരിപാടികളൊന്നുമില്ല. പ്രാർത്ഥന, ഉപവാസം. One day a prophet came to the prayer chamber. ഒരിക്കൽ ഒരു പ്രവാചകൻ ആ പ്രയർ ചേമ്പറിൽ കടന്നു വന്നു. And he read this verse. അദ്ദേഹം ഈ വചനം വായിച്ചു. Isaiah 54 verse 2. യെശയ്യാവ് 54:2. Then he prophesied. അദ്ദേഹം വന്നിട്ട് പ്രവചിച്ചു, The Lord is going to extend your tent. ദൈവം നിങ്ങളുടെ കൂടാരത്തെ നീട്ടുവാൻ പോവുകയാണ്. More people are going to come for prayer. കൂടുതൽ ആളുകൾ പ്രാർത്ഥനയ്ക്ക് വരാൻ പോവുകയാണ്. My God, I read this verse. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു. I was so excited. എനിക്ക് വളരെ ആവേശമുണ്ടായി. That time I started believing the Lord is going to expand our territory. അങ്ങനെ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി, കർത്താവ് നമ്മളുടെ വാസസ്ഥലങ്ങൾ ഇതാ വികസിപ്പിക്കാൻ പോവുകയാണ്. After a few months, ചില മാസങ്ങൾക്ക് ശേഷം literally this happened. യഥാർത്ഥമായി അത് സംഭവിച്ചു. Because we were having all the prayer meetings inside a room. കാരണം നമ്മൾ അന്ന് ഒരു മുറിക്കകത്തായിരുന്നു പ്രാർത്ഥനകൾ The നടന്നുകൊണ്ടിരുന്നത്. seating capacity was maybe 75 to maximum 100 people. 75 മുതൽ ഏറ്റവും കൂടിയാൽ 100 പേർ മാത്രമാണ് ആ മുറിയിൽ ഇരിക്കുക. And when we heard this prophecy, എന്നാൽ ഈ പ്രവചനം കേട്ടപ്പോൾ the prophetic utterance went into our minds and our hearts. ഈ പ്രവാചകന്റെ ശബ്ദം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക്, ഞങ്ങളുടെ ആത്മാവിലേക്ക് ഞങ്ങൾ കയറി. All of us as a group, we started believing that the Lord is going to enlarge our tent. ഞങ്ങൾ ഒരു കൂട്ടമായി അത് വിശ്വസിക്കാൻ തുടങ്ങി. കർത്താവ് നമ്മുടെ കൂടാരത്തെ വിശാലമാക്കാൻ പോവുകയാണ്. You know what happened after a few months? ചില മാസങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? Literally there was a tent. അവിടെ യഥാർത്ഥത്തിൽ ഒരു ടെന്റ് ഉണ്ടായി. There was an open area. ഒരു ഓപ്പൺ ഏരിയയിൽ And we started tying the tent sheets into a stake. ഞങ്ങൾ ചില കുറ്റികളിലേക്ക് ഞങ്ങൾ ആ ടെന്റിന്റെ ഇത് വലിച്ചടിച്ചു. And more people started coming. കൂടുതൽ ആളുകൾ ടെന്റിലേക്ക് വരാൻ തുടങ്ങി. And when more and more people came, കൂടുതൽ ആളുകൾ വന്നപ്പോൾ the noise and sound of the prayer also increased. പ്രാർത്ഥനയുടെ ശബ്ദ കോലാഹലം വർദ്ധിച്ചു. Finally we reached here. അങ്ങനെ ഞങ്ങൾ ഓടി ഇവിടെ എത്തി. Here also we came to a small hall there. ഇവിടെയും ചെറിയ ഒരു ഹോളിലാണ് അവിടെ വന്നത്. Then we extended the hall. പിന്നെ നമ്മൾ ആ ഹോള് വലുതാക്കി. Then we extended the tent. പിന്നീട് ഒരു ടെന്റ് ഇട്ടു. Then we put up a temporary structure here. പിന്നീട് ആ ടെന്റിന്റെ മുകളിൽ ഒരു ടെമ്പററി സ്ട്രക്ചർ ഇട്ടു. Slowly it increased and came to this form. അങ്ങനെ സാവധാനം അത് വർദ്ധിച്ച് ഇന്ന് കാണുന്ന ഒരു നിലവാരത്തിലേക്ക്. So whenever I see an enlargement and an expansion or an increase or multiplication, suddenly remember this verse. എപ്പോഴൊക്കെ ഒരു വിശാലതയും വികസനവും വർധനവും ഞാൻ കാണുന്നു, അപ്പോൾ ഞാൻ ഈ വാക്യം ഓർക്കും. Hallelujah. Remember one thing, first the enlargement should come here. പക്ഷെ ആദ്യം ഓർക്കുക, ആദ്യം വിശാലത വരേണ്ടത് ഇവിടെയാണ്. That's what happened to us. അതാണ് ഞങ്ങൾക്ക് സംഭവിച്ചത്. When the prophet prophesied, ആ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ we started changing our mind. ഞങ്ങളുടെ മനസ്സ് മാറ്റി. Our mind started enlarging first. ഞങ്ങളുടെ മനസ്സ് ആദ്യം വിശാലമായി. We started to believe more. ഞങ്ങൾ കൂടുതൽ വിശ്വസിക്കാൻ തുടങ്ങി. We started to believe that the Lord is going to do bigger things for us. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. The Lord is going to bring people we have never seen before. ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ആളുകൾ കർത്താവ് കൂട്ടിക്കൊണ്ടുവരുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. So before an enlargement comes to your life, first the enlargement should come here. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശാലത വരുന്നതിന് മുൻപായി ഇവിടെ ആദ്യം വിശാലത നടക്കണം. I'm going to give you another example. മറ്റൊരു ഉദാഹരണം നൽകാം. We know Abraham's life. അബ്രഹാമിന്റെ ജീവിതം നമുക്കറിയാം. The Bible says he was so blessed. വചനം പറയുന്നത് അവൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. Land properties, അവൻ സ്വത്തുണ്ടായിരുന്നു, livestock, അവന് കന്നുകാലികളുണ്ടായിരുന്നു, servants, ദാസീദാസന്മാർ. everything was there, but the struggle was in his family life. പക്ഷേ അവന്റെ കുടുംബ ജീവിതത്തിൽ അവന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. What was the problem? എന്തായിരുന്നു അത്? He had no children. അവന് മക്കളുണ്ടായിരുന്നില്ല. So whenever he went inside, I told you in those days they had tents because they were farmers and shepherds. They were changing the tents from here to there, so they were living in tents. അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ കൂടുതൽ കൂടാരങ്ങളിലാണ് താമസിച്ചിരുന്നത്. കാരണം അന്ന് കൃഷിക്കാരും ഇടയന്മാരും ഒക്കെ ആയിരുന്നുകൊണ്ട് അവർ ഓരോ സ്ഥലങ്ങൾ മാറി താമസിക്കുന്നത് കൊണ്ട് കൂടാരങ്ങൾ അടിച്ചാണ് അവർ താമസിക്കുന്നത്. When they see a very good pasture, they go there. നല്ലൊരു പുൽമേട് കാണുമ്പോൾ അവർ ആ സ്ഥലത്തേക്ക് പോകും. Because they had to give grass food to
their livestock. കാരണം അവരുടെ കന്നുകാലികൾക്ക് ആവശ്യമായ ഭക്ഷണം അവർക്ക് കൊടുക്കണം. So one day, ഒരു ദിവസം he and his wife Sarah was sitting inside the tent. അബ്രഹാമും തന്റെ ഭാര്യ സാറയും കൂടാരത്തിന്റെ അകത്തിരിക്കുകയാണ്. If you have children, the home is very noisy. കുട്ടികളുണ്ടെങ്കിൽ അറിയാലോ, വീട്ടിൽ വളരെ ശബ്ദമായിരിക്കും, കോലാഹലമായിരിക്കും. Alright? ശരിയല്ലേ? If there are no children, it's sometimes difficult. കുട്ടികൾ ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. If there are children, we are always engaged. കുട്ടികളുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ തിരക്കുള്ളവരായിരിക്കും. Some people who have children, they think that what a nuisance. കുട്ടികളുള്ള ചില ആൾക്കാർ ചിന്തിക്കും, എന്തൊരു ശല്യമാണ്, ഒരു സ്വസ്ഥതയില്ല. ഇവന്മാർ രാവിലെ തുടങ്ങും, ഹോളിഡേ ആണെങ്കിൽ തീർന്നു, രാവിലെ തുടങ്ങി കാപ്പി, അത് അമ്മ വിശക്കുന്നു. ഇവന്മാർക്കൊക്കെ എന്ത് എരുമയാണോ നീ, നിന്റെ വയറ്റിലൊക്കെ എന്താ ഉള്ളത്, എത്ര കൊടുത്താലും വിശപ്പ്. But if you want to understand the sweetness of having children, you should visit a couple who have no children. നിങ്ങൾക്ക് ഒരു കുട്ടികൾ നിങ്ങൾക്കുള്ളതിൻ്റെ ആ മാധുര്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്തൊരു ദമ്പതികൾ വിസിറ്റ് ചെയ്യണം. അവർ പറയും, എന്ത് വേണേലും തരാം, ആ കുഞ്ഞുങ്ങൾ ഞാൻ വളർത്തിക്കോളാം. Because they know the value of it. കാരണം അവർക്ക് അതിൻ്റെ വില അറിയാം. സിസ്റ്ററിന് ദൈവം ചെയ്തൊരു വലിയൊരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ്. സിസ്റ്ററിൻ്റെ പേര് മെർലിൻ എന്നാണ്. ഒത്തിരി സാമ്പത്തികമായ ബാധ്യതകൾ ഉണ്ടായിരുന്നു, കടബാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇവരുടെ വസ്തു വിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ വസ്തു വിറ്റ് അതിനുശേഷം ഒരു 10-25 ലക്ഷം രൂപയ്ക്കാണ് ഇവരുടെ പ്രോപ്പർട്ടി വിറ്റത്. വിറ്റ് കഴിഞ്ഞപ്പോൾ ഇവരുടെ പ്രോപ്പർട്ടി നേരത്തെ തന്നെ വേറൊരു ലോണിന് വേണ്ടി, ഒരു വാഹനം മേടിക്കുന്ന ലോണിന് വേണ്ടി ബാങ്കിൽ ഇവരുടെ ആധാരം വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇവർ ബാങ്കിൽ ചെന്ന് ഇവർ വസ്തുവിൻ്റെ വിൽപ്പന കഴിഞ്ഞപ്പോൾ ആ പണമൊക്കെ ആയിട്ട് ആധാരം എടുക്കുന്നതിന് വേണ്ടി ഒരു ബാങ്കിൽ ചെന്നപ്പോൾ ഇവർ തിരിച്ചറിഞ്ഞു, ബാങ്കിൽ നിന്ന് ഇവരുടെ ആധാരം നഷ്ടപ്പെട്ടു പോയിരുന്നു. ബാങ്കിൽ നിന്ന് ഡോക്യുമെന്റ് കാണാതെ പോയി എന്ന് പറഞ്ഞു. ബാങ്കുകാരുടെ കയ്യിലില്ല, അവരുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു. My God. ബാങ്കുകാരുടെയും നഷ്ടപ്പെട്ടു. ഏകദേശം ഇവർ പറയുന്നത് ഒരു 6 മാസത്തോളം ഇവർ ഈ ആധാരത്തിൻ്റെ പിറകെ ഇവർ കയറി ഇറങ്ങി നടന്നു. നമ്മുടെ പ്രയർ കോൾ സെൻ്ററിലൊക്കെ വിളിച്ച് ഇവർ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു കാര്യമുണ്ടായിരുന്നു. എന്നാൽ ഇവർ അവസാനം കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി ഇവർ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ TV-യിലൂടെ പ്രാർത്ഥനാ സമയത്ത് പ്രകാരം പറഞ്ഞു എന്നാണ് പറയുന്നത്, ആധാരം നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് യേശു കർത്താവ് ആധാരം തിരികെ നൽകുന്നു എന്ന് പറഞ്ഞു. ഇന്ന് അവരത് വിശ്വാസത്തോടു കൂടി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അന്ന് വെള്ളിയാഴ്ച ഇവർ പ്രാർത്ഥിച്ചെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ഇവർക്കൊരു ഫോൺ കോൾ ബാങ്കിൽ നിന്ന് വരികയാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ആധാരം തിരിച്ചു ലഭിച്ചിരിക്കുകയാണ്. ആ ദൈവം അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം ചെയ്തു. ലൂക്കോസ് 15 എത്ര പേര് വായിച്ചിട്ടുണ്ട്? 3 കാര്യങ്ങൾ അവിടെ കാണാതെ പോയ ഒരു നാണയം, somebody lost a coin. അതിനുശേഷം കാണാതെ പോയ ഒരു ആട്, somebody lost a sheep. അതിനുശേഷം one family, one father lost a son. മോനെ നഷ്ടപ്പെട്ടു. 3 കർത്താവ് വീണ്ടെടുത്തു. ഇവിടേക്ക് ആരെങ്കിലും എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ? Jesus can redeem that. Anything that is lost, he can redeem. ഇതിൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് 25 ലക്ഷം രൂപയ്ക്കാണ് ആ വസ്തു വിറ്റത്. പക്ഷേ ആ വസ്തു വാങ്ങിയ ആ വ്യക്തി ഇവരൊരു ചീറ്റിംഗ് പോലെ നടത്തി എന്നുള്ള രീതിയിൽ 50 ലക്ഷം രൂപ അവർ തിരികെ ചോദിച്ചു. ഈ ആധാരമില്ല എന്നതുകൊണ്ട് വസ്തു വിറ്റ ആള് 25 ലക്ഷം രൂപ കൊടുത്താണ്. ഡബിൾ അവർക്ക് തിരിച്ചു കൊടുത്താലാണ് അവർ അതിനകത്ത് സെറ്റിൽ ആവുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്താണ് കർത്താവ് കിട്ടിയത്. പക്ഷെ എനിക്ക് കർത്താവ് ശക്തമായ എൻ്റെ ഉള്ളിൽ പറയുന്നു, കാണാതെ പോയി എന്തെങ്കിലും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരെന്ന് കൈയുയർത്തി കാണിക്കാമോ? എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു, തിരിച്ചു കിട്ടണം. കൈയുയർത്തി. എന്തുവാ? പൈസയാകാം, ജോലിയാകാം, മക്കളാകാം, നന്നായിട്ട് കൈയുയർത്തി പിടിക്കും. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ആൻറ്റി ഇവിടെ അങ്ങോട്ട് കൈ നീട്ടി പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ anything that is lost, I pray in the name of Jesus to come back to these hands.
എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് മടങ്ങി വരട്ടെ. സൽപ്പേര് നഷ്ടപ്പെട്ടവർക്ക് അത് മടങ്ങി വരട്ടെ. പണം നഷ്ടപ്പെട്ടവർക്ക് അത് മടങ്ങി വരട്ടെ. സൗന്ദര്യം നഷ്ടപ്പെട്ടവർക്ക് അത് മടങ്ങി, ആരോഗ്യം നഷ്ടപ്പെട്ടവർക്ക് അത് മടങ്ങി വരട്ടെ. ബന്ധങ്ങൾ ഉലഞ്ഞു പോയവർക്ക് തിരികെ വരട്ടെ. മക്കൾ അകന്നു പോയെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അടുത്തു വരട്ടെ. എന്താണെങ്കിലും കൈകളെ ഉയർത്തി കർത്താവിനോട് പറയുന്നു, വിശ്വസിക്കും. കർത്താവ്, നീ അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയും. ജീസസ് നെയിം. UAE ഡെലിവറൻസ് ക്ലിനിക്. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു UAE ഡെലിവറൻസ് ക്ലിനിക് 2016. നവംബർ 28 മുതൽ ഡിസംബർ 1 വരെ 4 ദിവസങ്ങളിലായി. സ്പൈസി ലാൻഡ് റെസ്റ്റോറന്റ്, അബു ഷഗാര, ഷാർജ. സമയം വൈകിട്ട് 7 മുതൽ 10 വരെ. രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കുമായി വിളിക്കുക 05574156618 0509673 ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഡിസംബർ 2 വെള്ളിയാഴ്ച പ്രത്യേക ആരാധന വൈകിട്ട് 5 മുതൽ 7 വരെ അൽനാദ. വൈകിട്ട് 7:30 മുതൽ 9:30 വരെ വോയിസ് ഇന്റർനാഷണൽ മെയിൻ ഹാൾ, ജിജികോ മെട്രോ സ്റ്റേഷനു സമീപം, അൽ ഖരൂദ്, ദുബായ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴഞ്ചേരി നവംബർ 25 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം, കോഴഞ്ചേരി. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങ് ഈ സമയത്ത് സ്പർശിക്കണമേ. എല്ലാ വേദനകളും അങ്ങെടുത്ത് മാറ്റണമേ. ശരീരത്തിലെ വേദനയോ മനസ്സിലെ വേദനയോ ഏതായിരുന്നാലും കർത്താവെ, വേദനകളിൽ നിന്ന് പൂർണ്ണ വിടുതൽ അങ്ങ് നൽകണമേ. ഏശയ്യാവിൻ്റെ പുസ്തകം 53 ഞങ്ങൾ വായിക്കുന്നത് പോലെ ഞങ്ങളുടെ വേദനകളെല്ലാം യേശുവെ അങ്ങ് ക്രൂശിൽ വഹിച്ചു. അങ്ങനെയെങ്കിൽ കർത്താവെ, ആ വേദനകൾ അങ്ങിപ്പോൾ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. മനസ്സ് ഒരു കടൽ പോലെ, തിരമാലകൾ പോലെ ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വ്യക്തി, യാതൊരു സ്വസ്ഥതയുമില്ല. എന്നാൽ അതിനെ ഇപ്പോൾ യേശു കർത്താവ് വളരെ പാസിഫൈ ചെയ്ത് ശാന്തമാക്കിയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. രോഗികളെ കർത്താവ് ഇപ്പോൾ തന്നെ തൊടുന്നതിനാൽ നന്ദി. മാനസിക രോഗത്തിൽ നിന്നും പലരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കണമേ. ഡബിൾ മൈൻഡഡ്നെസ്സിൽ നിന്നും കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന ചില വ്യക്തികൾ, എന്ത് തീരുമാനം എടുക്കണമെന്നറിയില്ല, ആരോട് ചോദിക്കണമെന്നറിയില്ല. തീരുമാനമെടുത്താൽ അതിൽ ചില പാളിച്ചകൾ വരുമോ എന്നറിയാതെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന ചിലരെ കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിച്ച് ദൈവഹിതപ്രകാരമുള്ള ഒരു തീരുമാനമെടുക്കാൻ കർത്താവ് സഹായിക്കും. താങ്ക് യു ലോർഡ്. കർത്താവെ, ഈ സമയത്ത് അസ്ഥികളെ സംബന്ധിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്ന ഒരു രോഗം ശരീരത്തിലെ പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ വാൽവുകൾ ബ്ലോക്കായിരിക്കുന്ന ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ ശരീരത്തിലെ ജോയിൻറ്റുകളിൽ വേദനയും നീരുമുള്ള വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ, നടക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ഏത് രോഗമാണെങ്കിലും പ്രയാസമാണെങ്കിലും നിങ്ങൾക്ക് സൗഖ്യമാക്കാൻ കഴിയും, വിടുതൽ സ്വീകരിക്കാൻ കഴിയും. രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ കൈവയ്ക്കുക, അല്ലെങ്കിൽ നെഞ്ചിൽ കൈവയ്ക്കുക. ഒരു കരം ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. കർത്താവെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരെ അങ്ങിപ്പോൾ സ്പർശിക്കണമേ. ഫാദർ, ടച്ച് ദം റൈറ്റ് നൗ.
തലച്ചോറിൽ രക്തസ്രാവമുണ്ടായി ശരീരത്തിലെ ഒരു ഭാഗം തളർന്നു പോവുകയോ വീക്കായി തീരുകയോ ചെയ്ത പല വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. ജോലി സംബന്ധമായ വിഷയങ്ങളിലും അതുപോലെ ആരോഗ്യപരമായ വിഷയങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും സാമ്പത്തികത്തിലും ഏത് മേഖലയിൽ പ്രയാസം അനുഭവിക്കുന്ന അവിടെ ഒരു വിടുതൽ അങ്ങയക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. കർത്താവേ, നിൻ്റെ ആ പ്രവൃത്തിക്കായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച കോഴഞ്ചേരിയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരികയാണ്. അന്ന് തന്നെ രാത്രി ദർ ഇസ് എ സ്പെഷ്യൽ ബ്ലെസ്സഡ് നൈറ്റ് വിജിൽ ഇൻ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്റർ. അന്ന് രാത്രി, ഈ വരുന്ന വെള്ളിയാഴ്ച രാത്രിയിൽ ഏകദേശം 9:30 മണി മുതൽ നടക്കുന്ന ഒരു പ്രത്യേകമായ നൈറ്റ് പ്രേയറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. രാത്രി എങ്ങനെ വരും പോകും എന്നൊന്നും ചിന്തിക്കേണ്ട, നേരത്തെ വരിക. നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ പോകാൻ സാധിക്കും. അനേക മണിക്കൂറുകൾ നീളുന്ന ആ പ്രാർത്ഥനയിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കും. ദൈവജന ശുശ്രൂഷ ഉണ്ടായിരിക്കും. നമുക്ക് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് നടത്താറുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. സോ യു ആർ വെൽക്കം. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട ബ്രേക്കിംഗ് ബാരിയേഴ്സ്, തടസ്സങ്ങളെ തകർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങളെ എങ്ങനെ അതിജീവിച്ച് പുറത്തു വരാം എന്നുള്ളത് പ്രതിപാദിച്ചിരിക്കുന്ന പുസ്തകം ഇംഗ്ലീഷിലും മലയാളത്തിൽ ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ഓഫീസ് ടൈമിൽ വിളിക്കുക. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.